അടിയന്തര പ്രമേയത്തിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞപ്പോഴാണ് പ്രതിപക്ഷത്തിന് ബോധ്യമായത് ഈ സമരത്തിന്റെ രാഷ്ട്രീയ പിന്തുണ ഇല്ല എന്ന്. അപ്പോൾ ഈ സമരത്തിന് പിന്തുണ നൽകാൻ പ്രതിപക്ഷം ആസൂത്രണം ചെയ്ത ഒന്നാണോ മാടപ്പള്ളിയിൽ ഞങ്ങൾ കണ്ടത്, കേരളം കണ്ടത്? ഒന്ന്, മാധു, സമരം ചെയ്യുന്ന സർക്കാരിനെതിരെ സമരം ചെയ്യുന്നവരത്രയും തീവ്രവാദികളാണ് എന്നുള്ളത് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും വാചകമായിരുന്നു കർഷക സമരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുള്ളത്. അന്ന് രാഹുൽ ഗാന്ധി അതിനെതിരെ അതിശക്തമായി പ്രതികരിക്കുമ്പോൾ അങ്ങനെ തീവ്രവാദികളായി മുദ്രകുത്തുന്ന സംഘപരിവാർ അജണ്ടക്കെതിരായിട്ട് സംസാരിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. സീതാറാം യെച്ചൂരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ അതേ നയം തന്നെ സംഘപരിവാറിന്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഘടകമായ CPIM സർക്കാരിനെതിരായിട്ട് ഒരു ജനകീയ പ്രക്ഷോഭം ഉണ്ടാകുമ്പോൾ ഉടനെ അത് തീവ്രവാദ ശക്തികളെന്നാണ് CPM-ന്റെ പ്രതിനിധികൾ പറയുന്നത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? എനിക്കൊന്ന് അരുണിനോട് ചോദിക്കാനായിട്ടുള്ളത്, നാണമുണ്ടോ നിങ്ങൾക്ക്? മനുഷ്യത്വമുണ്ടോ നിങ്ങൾക്ക്? ഒരല്പം ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? ഹൃദയത്തിന്റെ സ്ഥാനത്തൊരു മരക്കുറ്റിയെങ്കിലും നിങ്ങളുടെ ശരീരത്തിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുമോ? ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഒന്ന്, നിങ്ങൾ പറയുകയാണ് ഇത് തീവ്രവാദ സംഘടനകൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന്. നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയോട് വേറെ വല്ല പണിക്കും പോകാൻ പറയണം. അരുൺകുമാറിനെ പോലെ യാതൊരുവിധമായ ഇന്റലിജൻസും കൈവശമില്ലാത്ത നിങ്ങൾ വരെ പറയുന്നു ഇതിനകത്ത് തീവ്രവാദ ശക്തികൾ ഉണ്ടെങ്കിൽ. അതിനെ പ്രതിരോധിക്കുവാൻ കഴിയാത്തത്ര ദുർബലനായ ഒരു ആഭ്യന്തരമന്ത്രി ഈ സംസ്ഥാനത്തിനൊരു ബാധ്യതയാണ് എന്ന് നിങ്ങൾ തന്നെയാണ് പറയുന്നത് എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. പിന്നെ നാണക്കെടുത്തി 8 വയസ്സുകാരിയായ സോമി എന്ന് പറയുന്ന ആ പിഞ്ചുകുട്ടി എനിക്കെന്റെ അമ്മയെ വേണം പ്ലീസ്, ഞാനും കൂടെ വരുന്നു എന്ന് തന്റെ അമ്മ റോസ്ലിനെ ഒരു സംഘം പോലീസുകാർ, പുരുഷ പോലീസുകാർ ചട്ടങ്ങളുടെ കീഴ്വഴക്കങ്ങളുടെ ലംഘനമായി ആ അമ്മയെ തെരുവിലൂടെ വലിച്ചഴയ്ക്കുമ്പോ, റോഡിലൂടെ വലിച്ചിഴയ്ക്കുമ്പോ പുറകെ കരഞ്ഞുകൊണ്ടു പോകുന്ന സോമി ഏത് അജണ്ടയുടെ ഭാഗമാണെന്ന് അരുൺ പറയുന്നത്? സോമിയാണോ നിങ്ങളുടെ കണ്ണിലെ തീവ്രവാദി? അതോ പോലീസുകാർ വലിച്ചഴയ്ക്കുമ്പോ വസ്ത്രം മാറിപ്പോകുമ്പോ ആ വസ്ത്രം പെടാപ്പാട് പെട്ട് പിടിച്ചിടുന്ന റോസ്ൽ എന്ന് പറയുന്ന ആ അമ്മയാണോ തീവ്രവാദി? വേണ്ടാത്ത പണിക്ക് വല്ലതും പോയാൽ ഇടിച്ചതിന്റെ പരിപ്പളക്കം മനസ്സിലായോ? ഇവിടെ PC വിഷ്ണുനാഥ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നിയമസഭാ സാമാജികൻ അടിയന്തര പ്രമേയത്തിൽ ഉപയോഗിച്ച വാചകത്തെ ഞാൻ കടമെടുത്ത് പറയുകയാണെങ്കിൽ, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ മാധുവിന് ഒരു പെൺകുട്ടിയുണ്ട്. മാധുവിന്റെ കുട്ടിയുടെ ഏറ്റവും വലിയ ഹീറോ എന്ന് പറയുന്നത് മാധുവും മാധുവിന്റെ ഹസ്ബൻഡുമാണ്. 100% ഞാൻ യോജിക്കുന്നു. അതുപോലെ ഈ സോമി എന്ന് പറയുന്ന 8 വയസ്സുകാരിയായ കുട്ടിയുടെ ഏറ്റവും വലിയ സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് അവളുടെ അമ്മയും അച്ഛനുമാ. അവളെ ഏത് ആപത്തുണ്ടാകുമ്പോഴും ചേർത്ത് പിടിക്കുമെന്ന് അവൾക്ക് ഉറപ്പുള്ള, സംരക്ഷണ കവചമേകുമെന്ന് അവൾക്ക് ഉറപ്പുള്ള ആ അമ്മയും അച്ഛനും. ആ അമ്മയാണ് തന്റെ മുന്നിലൂടെ നിലത്തിലൂടെ പോലീസുകാർ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നത്. അത് പ്രതിപക്ഷത്തിന്റെ സമരമാണെന്നാണോ നിങ്ങൾ പറയുന്നത്? ഒരല്പമെങ്കിലും ഉളുപ്പ് വേണ്ടേ? ആ കാഴ്ച കണ്ടാൽ ഹൃദയത്തിന്റെ സ്ഥാനത്ത് കേരളത്തിന്റെ മഞ്ഞക്കുറ്റിയുള്ള ആളുകൾക്ക് പോലും അലിവ് തോന്നും. അത്രമാത്രം ക്രൂരമായിരുന്നു ആ രംഗം. ഈ സോമി എന്ന് പറയുന്ന 8 വയസ്സുകാരിയെ പിഞ്ചുകുട്ടി, ആ കുട്ടിയെ മാത്രമാണ് ഞാൻ കേസ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ആ കുട്ടിയുടെ മനസ്സിൽ ഇപ്പൊ കേരളത്തിലെ പോലീസ് സംവിധാനം, ഈ ലോകത്തിലെ എല്ലാ പോലീസ് സംവിധാനത്തെ പറ്റി എന്താ നമ്മുടെയൊക്കെ പ്രതീക്ഷ? നീ എന്താടോ ഒരു മണി അർത്ഥം വെച്ച് സംസാരിക്കുന്നേ? നമ്മുടെയൊക്കെ സ്വത്തിനും ജീവനും സംരക്ഷണമേകേണ്ടുന്ന നമ്മുടെ നാട്ടിലെ ക്രമസമാധാന പരിപാലനത്തിന് ഉത്തരവാദിത്വമുള്ള ഒരു സേനാ വിഭാഗം, അതല്ലേ പോലീസ്? പക്ഷെ സോമിയുടെ മനസ്സിൽ എന്താണ് പോലീസിനെ പറ്റിയുള്ള ചിന്ത? അവളൊരു 10 കൊല്ലം കഴിയുമ്പോൾ, 20 കൊല്ലം കഴിയുമ്പോൾ, അവൾ വലുതായി കഴിയുമ്പോൾ ആൾക്കൂട്ടത്തിനിടയിലൂടെ തന്റെ അമ്മയെ കേൾത്താൻ അറപ്പ് തോന്നുന്ന, അവൾക്ക് ഈ പ്രായത്തിൽ മനസ്സിലാകാത്തത്ര ക്രൂരമായ തെറികൾ കൊണ്ട് അഭിഷേകം നടത്തി അവളുടെ അമ്മയെ വലിച്ചിഴയ്ക്കുന്ന ഒരു ഭീകര സത്വമായിട്ടല്ലേ കേരളത്തിലെ പോലീസ് സംവിധാനത്തെ പറ്റി ആ കുട്ടിക്ക് തോന്നുന്നത്? അതൊരു പോരായ്മ തന്നെയാണ്. ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന ട്രോമ, ആ ട്രോമയേക്കാൾ വലുതായ എന്ത് സാമൂഹ്യാഘാത പഠനമാണ് ഇവർക്ക് ഇവിടെ നടത്തേണ്ടതായിട്ടുള്ളത്? അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ഈ കേരളയിലുമായി ബന്ധപ്പെട്ട അവരുടെ മനസ്സിലുണ്ടാകുന്ന ആശങ്കകൾക്ക്, ഭീതികൾക്ക് മേൽ അലറി വിളിക്കുമ്പോൾ ആ അലറി വിളിച്ചകളെ അത്രയും, ആ കരച്ചിലുകളെ അത്രയും ഒരു ഉന്മാദ ലഹരിയായി എടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഈ കേരളം ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ ആ കുഞ്ഞിന് വാവിട്ട് പോലീസുകാരുടെ പുറകിലൂടെ തന്റെ അമ്മയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആ കുഞ്ഞിന് പോകേണ്ടി വരുന്നത്. തന്റെ അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിനകത്ത് ഇത്ര വലിയ സീനാണല്ലോ ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ സീൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ നടപ്പിലാക്കുന്ന പദ്ധതി ഈ കുട്ടികളുടെ വരെ മനസ്സിൽ ഇത്ര വലിയ ആഘാതം സൃഷ്ടിച്ചുകൊണ്ട് ഇവർ നടത്തുന്ന ഈ കല്ലിടിയിൽ മഹാമഹമുണ്ടല്ലോ, അതിനകത്ത് കേന്ദ്ര സർക്കാരിന് അനുമതിയുണ്ടോ? അത് പിന്നെ അതിന് റെയിൽവേയുടെ അനുമതിയുണ്ടോ? അലൈൻമെന്റ് പൂർത്തിയാക്കിയിട്ടുണ്ടോ?
എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ടോ? ജിയോളജിക്കൽ സർവേ നടത്തിയിട്ടുണ്ടോ? ജിയോ ടെക്നിക്കൽ സർവേ നടത്തിയിട്ടുണ്ടോ? ലൊക്കേഷൻ സർവേ നടത്തിയിട്ടുണ്ടോ? ഇതൊന്നും നടത്താതെ കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ സ്വപ്നങ്ങൾക്ക് മുകളിൽ ഇവരെന്തിനായി കടന്നു കയറുന്നത്? വേണ്ടായിരുന്നു.